ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നാച്ചുറലായിട്ട് കുറച്ച് ഡഫിനിയനെ വളർത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും ഇട്ടത്. അപ്പോൾ നമ്മളിന്ന് എന്തായാലും ഒരു ബേസിനിലാണ് ഇത് വെച്ചിരുന്നത്. ഏകദേശം ഒരു 2-3 ആയി. നമ്മുടെ ഇവിടെ നെല്ലും ഇത് അങ്ങനത്തെ ഇതൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുല്ലിൻ്റെ തണ്ടുണ്ടായിരുന്നു. അത് വാട്ടർ പ്ലാന്റ് ആയിരുന്നു. നമ്മുടെ ഒരു വാട്ടർ പ്ലാന്റ് ഇവിടെ ഉള്ളതാണ്. അതിൻ്റെ കുറച്ച് പഴയ ഇല നമ്മൾ അതിനകത്ത് മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലപോലെ ഒരു ബ്രാക്കിഷ് കളർ വാട്ടറായിട്ടുണ്ട്. ടാനിൻ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് കാണാം, അതിനകത്തൊരു ചെറിയ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ടാനിനാണ്. ഇതിനകത്ത് വേറെ ഒന്നും കിടക്കുന്നില്ല. ഇതിനകത്ത് ഒരു പോണ്ട് സ്നെയിൽ മാത്രം നമ്മൾ എടുത്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാലറിയാം, നമ്മൾ ഇത്തിരി ഒരു സിറിഞ്ച് 2 സിറിഞ്ച് കഷ്ടി ഡഫിനിയനാണ് ഇറക്കിയിരുന്നത്. ഇപ്പോൾ നല്ല പോലെ നിറഞ്ഞു. പിന്നെ ഇത് വെച്ചേക്കുന്നത് ഗാർഡൻ ഷെഡിലാണ്. അതിനകത്തൊരു ടെമ്പറേച്ചർ ഏകദേശം ഒരു 20 ഡിഗ്രിയുടെ അടുത്താണ് നിൽക്കുന്നത്. അത് നമ്മൾ ഫുള്ളി ഇൻസുലേറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അവർക്ക് വളരാനുള്ളൊരു ഗ്രോയിങ് അറ്റ്മോസ്ഫിയർ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ രീതിയിലും കുറച്ച് കൂടുതൽ ഡഫിനിയനെ കൾച്ചർ ചെയ്യണം. കാരണം ഇത് നല്ല ഡിമാൻഡുള്ളൊരു ലൈഫ് ഫീഡാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഫിഷിനും നമുക്ക് ഫീഡ് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് കുറേ പഴയ ഇലയോ അതൊക്കെ ആണെങ്കിൽ, നമ്മുടെ നാട്ടിലാണെങ്കിൽ പ്ലാവലയോ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിലും അതിന് സുഖമായിട്ട് ബ്രീഡ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്ത് എടുത്തതാണ്, നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഒറ്റ സ്കൂപ്പിൽ തന്നെ കുറേ എണ്ണം വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചെറിയ ഷ്രിമ്പിന് ഇട്ടേക്കുന്ന ക്രിസ്റ്റൽ റെഡ് ഇട്ടേക്കുന്ന ടാങ്കാണ്. അപ്പോൾ ഷ്രിമ്പിൻ്റെ ടാങ്കിൽ എന്തായാലും കുറച്ച് ഡഫിനിയ കിടക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം അതിനകത്തുള്ള വേസ്റ്റ് എല്ലാം ഡഫിനിയ തിന്നോളും. അപ്പോൾ പിന്നെ അവറ്റങ്ങ് നിറയുകയും ചെയ്യും. പിന്നെ കുഞ്ഞി ഡഫിനികളെ ഷ്രിമ്പിനും തിന്നാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഫുഡിൻ്റെ പ്രശ്നം വരില്ല. അപ്പോൾ നമ്മൾ എല്ലാ ടാങ്കിലും അധികം സർവൈവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടാങ്കിലും നമ്മൾ ഡഫിനിയനെ വളർത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ അകത്തുണ്ടായിരുന്ന നമ്മുടെ സ്നെയിൽ, ഗോൾഡൻ ആപ്പിൾ സ്നെയിലിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നു. മിസ്റ്ററി സ്നെയിലാണ്. ആപ്പിൾ സ്നെയിലിൻ്റെ അത്രയും വലിപ്പം വയ്ക്കില്ല. അപ്പോൾ ഈ ഒരു ടാങ്കിൽ അധികം പ്ലാന്റ് നമ്മൾ വെച്ചിട്ടില്ല. അത് കാരണം നമ്മൾ ആപ്പിൾ സ്നെയിൽ ഇങ്ങോട്ട് മാറ്റി. കാരണം സ്നെയിലിൻ്റെ ടാങ്കിലാണ്, നമ്മുടെ ബ്ലൂ ഷ്രിമ്പിൻ്റെ ടാങ്കിലാണ് ഇത് കിടന്നിരുന്നത്. അപ്പോൾ അവറ്റങ്ങൾക്ക് കുറച്ച് ചെടി വേണമായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല പ്ലാന്റഡ് ആയിട്ട് ഉണ്ടാക്കിയ ടാങ്കായിരുന്നു. പക്ഷേ ഇവർ വലുതാവും തോറും ഫുൾ പ്ലാന്റും അവർ തിന്ന് തീർത്തു. അപ്പോൾ അത് തന്നെ ഈ ടാങ്കിലേക്ക് അവരെ മാറ്റി. കുറച്ചും കൂടി വലുപ്പമുണ്ട്. അപ്പോൾ അവർക്ക് അത്യാവശ്യം സ്ഥലമായി. പിന്നെ ഇതിന് ലിഡ് നമ്മൾ ഒരു തെർമോക്കോളിൻ്റെ ഷീറ്റ് വെച്ച് അടച്ചു വെച്ചേക്കാം. അപ്പോൾ ചൂടും പുറത്തേക്ക് പോവില്ല, പിന്നെ ഇവറ്റങ്ങളും പുറത്തേക്ക് ഇറങ്ങിപ്പോവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അത് പുറത്തേക്ക് ഇറങ്ങിപ്പോവും. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ ഈ ടാങ്കിൽ നമുക്ക് ബ്ലൂ പാണ്ട ഗപ്പി കിടപ്പുണ്ട്. അങ്ങനെ അത്യാവശ്യം വലുതായി. അതിനകത്ത് കുറച്ച് കുഞ്ഞുങ്ങളും അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. 3-4 കുഞ്ഞുങ്ങൾ നമ്മൾ കണ്ടു ഇതിനകത്ത്. അതിപ്പോൾ താനെ വന്നാണ് നമ്മളതങ്ങനെ ഇട്ടേക്കാണ്. പിന്നെ നമ്മുടെ പ്ലാറ്റിനം ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ആക്സിലോട്ടിൻ്റെ മുട്ടയാണ്. അത് നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആക്സിലോട്ടിൻ്റെ മുട്ടയാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഒരു 9 മുട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട വിരിയാനിട്ടേക്കാണ്. അപ്പോൾ എന്തായാലും ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ആ മുട്ട വിരിയും. ഇതിനകത്ത് നമ്മൾ ഫിൽറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ വല്ല ഫംഗസോ വല്ലതും വന്നു കഴിഞ്ഞാൽ മുട്ട പോകാണ്ടായിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ടാങ്കിൽ നമ്മുടെ ഓറഞ്ച് റിൽ ഷ്രിമ്പാണ് കിടക്കുന്നത്. അത് നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും നമുക്ക് ആവശ്യത്തിന് ഫീഡ് ഈ ഒരു ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഡഫിനിയ എന്തായാലും വലുതാകുമ്പോൾ നമ്മൾ എടുത്തെടുത്ത് കൊടുത്തില്ലെങ്കിൽ അതെല്ലാം ചത്തുപോകും. അപ്പോൾ അത് കാരണം നമ്മൾ പരമാവധി കിട്ടുന്നതിനൊക്കെ കളക്ട് ചെയ്യും, എല്ലാ ഫിഷിനും ഫീഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.